The Real FM 103.6. ശ്രദ്ധ. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബോളർമാരിൽ ഒരാളായിരുന്ന ഓഫ് സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ അപ്രതീക്ഷിതമായി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ബ്രിസ്ബെയിനിൽ ഓസ്ട്രേലിയക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന് തൊട്ടു പിന്നാലെയായിരുന്നു പ്രഖ്യാപനം. കുംബ്ലെയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ വിക്കറ്റെടുത്ത രണ്ടാമത്തെ ബൌളറായ അശ്വിൻ ടെസ്റ്റിൽ 537 വിക്കറ്റുകൾ വീഴ്ത്തിയാണ് മടങ്ങുന്നത്. ഒരു മികച്ച ഓൾറൗണ്ടർ കൂടിയായ അശ്വിൻ ഇന്ത്യയുടെ സമീപകാല ടെസ്റ്റ് വിജയങ്ങളിലെ നിർണായക സാന്നിധ്യമായിരുന്നു. ചന്ദ്രിക സ്പോർട്സ് എഡിറ്റർ കമാൽ വരദൂർ അശ്വിന്റെ റിട്ടയർമെന്റിനെക്കുറിച്ച് ശ്രദ്ധയോട്. ബ്രിസ്ബൻ ടെസ്റ്റില് ഇന്ത്യ ഫോളോ ഓൺ കടന്നപ്പോൾ ശരിക്കും മത്സരത്തിൽ റിസൾട്ട് ഇല്ല എന്ന് വ്യക്തമായിരുന്നു. പ്രത്യേകിച്ച് 5ാം ദിവസം മഴയാണ്. മഴയില്ലെങ്കിലും 2 ഇന്നിംഗ്സ് ഒക്കെ കളിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് റിസൾട്ട് ഇല്ല, സമനില ഉറപ്പായിരുന്നു. ആ സമനില പോലെ കാര്യങ്ങൾ വന്നതിന് ശേഷം പതിവ് വാർത്താ സമ്മേളനത്തിലേക്ക് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അശ്വിൻ ഉണ്ടായിരുന്നു. അതൊരു നാടകീയ നീക്കമായിരുന്നു. പക്ഷേ അശ്വിനിലേക്ക് വരുമ്പോൾ വളരെ നാടകീയമായിട്ട് അദ്ദേഹത്തിന്റെ വിരമിക്കൽ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. മാധ്യമ ഭാഷയിൽ പറയാറില്ല, ഷോക്ക് എന്ന് പറയുന്നത് പോലുള്ള ഒരു ഷോക്കായിരുന്നു അത്. എന്തായാലും നല്ല സമയം. അതായത് അശ്വിനെ പോലെ ഒരാള് 106 ടെസ്റ്റുകൾ കളിച്ച ഒരാള്, 537 വിക്കറ്റുകൾ നേടിയ ഒരാള്, 37 തവണ ടെസ്റ്റിൽ ഒരു ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് നേട്ടം കൊയ്ത ഒരാള്, 10 വിക്കറ്റ് നേട്ടം 8 തവണ കൊയ്ത ഒരാള്. അദ്ദേഹം ഒരു സ്പിന്നർ മാത്രമായിരുന്നില്ല, നല്ല സെഞ്ചുറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 3503 റൺസ് അദ്ദേഹത്തിന്റെ പേരിലുണ്ട്, 6 സെഞ്ചുറികൾ അദ്ദേഹത്തിന്റെ പേരുണ്ട്, 14 50s അദ്ദേഹത്തിന്റെ പേരിൽ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിൽ വൺ ഓഫ് ദ ബിഗ് ലെജൻഡ് ആൻഡ് ഓൾറൗണ്ടർ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ തീരുമാനം എനിക്ക് തോന്നുന്നു സമയോചിതം എന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ധാരാളം യുവതാരങ്ങൾ അവസരങ്ങൾക്കായിട്ട് ഇങ്ങനെ നോക്ക് ചെയ്ത് കൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ല സ്പിന്നേഴ്സ് നമ്മുടെ ടീമിലുണ്ട്. അപ്പോൾ ഈ ഓൾഡ് ഏജ്ഡ് അദ്ദേഹം തന്നെ, അശ്വിൻ തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു വിശേഷണമാണത്. അപ്പോൾ അത്തരക്കാർ, അതായത് ശരിക്കും അദ്ദേഹം അതായത് IPL ഉൾപ്പെടെയുള്ള ഫോർമാറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തവണ അദ്ദേഹത്തിന് ലേലത്തിന് വിളിച്ചെടുത്തതാണ്. അദ്ദേഹം ഉണ്ടാവും. എന്നാലും ദേശീയ നിറത്തിൽ ഇന്ത്യൻ ജേഴ്സിയിൽ അദ്ദേഹം ഇല്ല എന്ന് പറയുമ്പോൾ തീരുമാനം ഷോക്കിംഗ് ആണ്, നാടകീയമായിരുന്നെങ്കിൽ പോലും ഞാൻ പറയുന്നു. കാരണം ഒരു ക്രിക്കറ്റ് നിരീക്ഷകൻ എന്ന രീതിയിൽ ഏറ്റവും അനുയോജ്യമായ സമയത്തുള്ള ഒരു തീരുമാനമാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ കരിയർ, അതായത് എപ്പോഴും വെല്ലുവിളികൾ. അപ്പം വിദേശ പിച്ചുകളിലേക്ക് നോക്കുക, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള വേദികളിൽ, ഓസ്ട്രേലിയ നമുക്കറിയാം സ്പിന്നേഴ്സിന് ഇഷ്ടപ്പെട്ട ഒരു ട്രാക്ക് ഒന്നുമല്ല. അപ്പം ബ്രിസ്ബൻ ആണെങ്കിലോ അഡലൈഡ് ആണെങ്കിലോ അല്ലെങ്കിൽ പെർത്ത് ആണെങ്കിലോ മെൽബൺ ആണെങ്കിലോ, പക്ഷെ അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് ആസ് എ ബാറ്റർ, ആസ് എ ബൗളർ. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ ക്രിക്കറ്റിന് ഇപ്പം കപിൽ ദേവിനൊക്കെ ശേഷം നമുക്ക് വിക്കറ്റ് വേട്ടയിൽ രണ്ടാമനായിട്ട് മാറിയ ഒരാളാണ്. ഏറ്റവും നല്ല പെർഫോമർ, ബിഗ് പെർഫോമർ ആയിട്ടുള്ള ഒരാളാണ്. നല്ല ഒരു റോൾ മോഡലായിട്ട് നല്ല സമയം നോക്കിയിട്ട് എല്ലാവർക്കും അവസരമുണ്ടാവണം എന്നുള്ള ഒരു ഓപ്പൺ ഡോർ പോളിസി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം വിരമിച്ചിരിക്കുന്നത്. സോ സ്യൂട്ടബിൾ ടൈമാണ്, സ്യൂട്ടബിൾ ഡിസിഷൻ ആണ്. നമുക്ക് അദ്ദേഹത്തെ കമന്റേറ്റർ ആയിട്ടോ വേറെ ഏതെങ്കിലും റോളിൽ കാണാം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അദ്ദേഹത്തിന് നൽകാനുള്ള ഏറ്റവും നല്ല വിഷസ് ആണ്. സോ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാഗമായിട്ട് മീൻസ് മറ്റേതെങ്കിലും റോളിൽ അദ്ദേഹം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ശ്രദ്ധ ഇനി മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുന്നു. റോഡ് അപകടങ്ങൾ തുടർക്കഥയാവുന്ന ഈ കാലത്ത് സ്കൂൾ തലം മുതൽ റോഡ് നിയമങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളെ പഠിപ്പിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി ഉയരുകയാണ്. 2 വർഷം മുൻപ് ഇതിനായി ഗതാഗത വകുപ്പ് മുൻകൈയെടുത്ത് സർക്കാരിന് സമർപ്പിച്ച നിർദ്ദേശം ഇനിയും പൂർണ്ണതോതിൽ നടപ്പാക്കി തുടങ്ങിയിട്ടില്ല. ഏതു രീതിയിൽ നടപ്പാക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ വ്യക്തത കൈവരാത്തതാണ് കാരണം. ഈ വിഷയത്തിൽ SCERT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശിന്റെ പ്രതികരണത്തിലേക്ക്. നമ്മുടെ ട്രാഫിക് അവയർനെസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ പാഠ്യപദ്ധതി പരിഷ്കരണ വേളയിൽ തന്നെ വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നമ്മൾ നടത്തുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളിൽ ട്രാഫിക് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാഠഭാഗങ്ങൾ ഇതിനകം തന്നെ നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. വിവിധ വിഷയങ്ങളിൽ ഈ പാഠഭാഗങ്ങൾ നമ്മൾ ഉൾച്ചേർത്ത് ഇതിനകം തന്നെ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തെ ഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ അവർ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു പുസ്തകം SCERTക്ക് സമർപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കൈമാറുകയുണ്ടായി. ഈ മെറ്റീരിയൽ SCERTക്ക് പിന്നീടാണ് കൈമാറിയത്. യഥാർത്ഥത്തിൽ ഗതാഗത വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയം എന്നുള്ളത് 11ലോ 12ലോ ക്ലാസ്സിൽ
അതൊരു പ്രത്യേകമായ വിഷയമായി പഠിപ്പിക്കുകയും അതിനുശേഷം ഈ വിഷയം പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ലേണേഴ്സ് പിന്നെ എഴുതേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ നിലവിലുള്ള 11, 12 ക്ലാസ്സുകളിൽ ഒരു വിഷയമായി എങ്ങനെ ഉൾച്ചേർക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചർച്ച നടത്തുന്ന ഒരു സമയം കൂടിയാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ 2ാം ഘട്ടം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളുടെയും പരിഷ്കരണം ഈ ജനുവരിയോടുകൂടി തന്നെ പൂർത്തിയാകും. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ 11ലെയും 12ലെയും ക്ലാസ്സുകളിലുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങളിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രവേശിക്കുവാൻ വേണ്ടി പോകുന്നത്. ആ ഘട്ടത്തിൽ തീർച്ചയായിട്ടും വിവിധ തലങ്ങളിൽ നിന്നും വിവിധ വകുപ്പുകളിൽ നിന്നും വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള നൂതനമായ ആശയങ്ങൾ തീർച്ചയായിട്ടും തന്നെ സംസ്ഥാനത്തിന്റെ പാഠ്യപദ്ധതി പരിഷ്കരണ സമിതി, കരിക്കുലം കമ്മിറ്റി അടക്കം ഗൗരവമായി ചർച്ച ചെയ്യുകയും ഈ വിഷയം എങ്ങനെയാണ് ഉൾക്കൊള്ളിക്കാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അത് ഗൗരവമായിട്ട് തന്നെ പരിഗണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ് വരെയുള്ള പുതുക്കിയ പാഠപുസ്തകങ്ങളിൽ ട്രാഫിക് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള കുട്ടികൾ അറിയേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിനകം തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് എന്നാണ് പറയാനുള്ളത്. KPSTA സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കരിക്കുലം കമ്മിറ്റി അംഗവുമായ PK അരവിന്ദൻ സംസാരിക്കുന്നു. പാഠ്യവിഷയവുമായി ബന്ധപ്പെട്ട് റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം ഏതായാലും കരിക്കുലം കമ്മിറ്റിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഹൈസ്കൂൾ തലം വരെയുള്ള പാഠപുസ്തകങ്ങളിൽ റോഡ് സുരക്ഷാ വകുപ്പ് അങ്ങനെ ഒരു പാഠപുസ്തകം തയ്യാറാക്കിയതായി ഇതുവരെ കരിക്കുലം കമ്മിറ്റിയിൽ ഒരു ചർച്ചയായി വരികയോ അത് ഉൾപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയോ ചെയ്തിട്ടില്ല. ഏതായാലും ഹൈസ്കൂൾ തലത്തിൽ ഒരു വിഷയമായി അത് പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഏതായാലും നിലവിലെ ഒരു വിഷയ സംബന്ധിയായത് പ്രയാസകരമായ ഒരു കാര്യമാണ്. എന്നാൽ പോലും ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചൊരു ബോധ്യം കുട്ടികളിലേക്ക് ഉണ്ടാക്കുന്നതിന് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പാഠഭാഗങ്ങളിൽ ഇത് അവതരിപ്പിക്കുവാനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതെന്നാണ് വ്യക്തിപരമായി എന്റെ അഭിപ്രായം. ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട് പാഠ്യപദ്ധതി പരിഷ്കരണം വരാൻ പോകുന്നതേയുള്ളൂ. ഏതായാലും അതിന്റെ ആദ്യത്തെ ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. റോഡ് സുരക്ഷാ വകുപ്പും ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകം തയ്യാറാക്കിയ വിവരവും അത് ഏത് രീതിയിൽ നടപ്പിലാക്കാം എന്നുള്ള ചർച്ചകളൊന്നും ഹയർ സെക്കൻഡറി പാഠപുസ്തക പരിഷ്കരണവുമായി ഇതുവരെ നടന്നിട്ടില്ല. ആ രീതിയിലുള്ള ആലോചനകൾ നടന്നിട്ടില്ല. പാഠ്യപദ്ധതി പരിഷ്കരണം വരുന്ന ഒരു മുറയ്ക്ക് അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുമോ എന്നും പൂർണ്ണമായി അറിയില്ല. ഏതായാലും ഈ രീതിയിലേക്ക് വിഷയ സംബന്ധിയായി അത് മാറ്റുന്നതിന് വലിയ ചർച്ചകൾ ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പം റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകത്തിൽ ഇത് ഉൾപ്പെടുത്താത്തത് മാത്രമല്ല, ഒരുപാട് കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ നമുക്കൊക്കെ അറിയാം. സ്കൂളിനടുത്ത് ഒരു സൈൻ ബോർഡും മറ്റേ ഗതാഗത വേഗതാ നിയന്ത്രണത്തിന് വരെയുള്ള ഉപാധികൾ പോലും ഉപേക്ഷിക്കപ്പെട്ട ഒരു കാലമാണ്. പല സ്ഥലത്തും റോഡുകൾ പൊളിച്ചിടുകയും ആ റോഡുകളുടെ ഓടകളും മറ്റു സംഭവങ്ങളും അതുപോലെ തന്നെ ഓരോരോ വർക്ക് വരുമ്പോഴും റോഡ് പൊളിച്ചിടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ ഒക്കെ ഭാഗമായി വരും. ഒരു ഭാഗത്ത് ഇത് കുട്ടികളെ ബോധവാന്മാരാക്കേണ്ടത് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള വർക്കുകളും അതുപോലെ തന്നെ അപകടം ഉണ്ടാകാതിരിക്കുവാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കേണ്ടത് കൂടി അനിവാര്യമാണ് എന്നാണ് KPST എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. പാഠ്യപദ്ധതിയിൽ ഒരു വിഷയമായി ഇത് കൊണ്ടുവരുവാൻ ചില പ്രയാസങ്ങൾ എന്തായാലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും കൂടുതൽ സമഗ്രമായ പഠനങ്ങൾക്ക് ശേഷം ഇത് ഏത് രീതിയിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ളത് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ കരിക്കുലവും റിവിഷൻ കമ്മിറ്റിയും ഒക്കെ ഗൗരവതരമായി പരിശോധിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഏത് രീതിയിലാവണം ഗതാഗത നിയമങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത് എന്ന വിഷയത്തിൽ നിർദ്ദേശങ്ങളുമായി മുൻ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡോക്ടർ മുഹമ്മദ് നജീബ്. വളരെ ചെറുപ്പം തൊട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന ശീലങ്ങൾ, അവർക്ക് കിട്ടുന്ന അറിവുകൾ, ആ അറിവുകൾ അനുസരിച്ചിട്ട് അവരുടെ ജീവിത രീതികൾ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു ശീലമായി മാറിക്കഴിഞ്ഞാൽ, ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ അവരങ്ങനെ നടക്കും. പഴയ കാലത്ത് വലിയ പണക്കാരന്റെ വീട്ടിൽ മാത്രം ഒരു കാർ ഉണ്ടാവും, അവരുടെ ആശ്രിതന് ഒരു ഡ്രൈവർ ഉണ്ടാവും. ഇന്നതല്ല, എല്ലാവരും തന്നെ യൂണിവേഴ്സൽ ആയിട്ട് വാഹനം ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ ഈ കുട്ടികളൊക്കെ തന്നെ നാളെ ഒന്ന് ചെറുപ്പത്തിൽ റോഡ് ഉപയോഗിക്കുന്നു, 2 കുറച്ച് കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നു, 3 കുറച്ച് കഴിഞ്ഞാൽ അവർ വാഹനം ഓടിക്കാൻ തുടങ്ങുന്നു. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർക്ക് ഒന്ന് റോഡ് ഉപയോഗിക്കാൻ, 2ാമത് വാഹനം ഉപയോഗിക്കാൻ, 3ാമത് വാഹനം ഓടിക്കാൻ ആവശ്യമായ ശാസ്ത്രീയമായ അറിവുകളും അത് വാഹനം ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ റോഡ് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോഴോ ഉണ്ടാകുന്ന അപകട സാധ്യതകളെ കുറിച്ചിട്ട് അവർ പഠിക്കുന്ന വിഷയങ്ങൾ തന്നെ പഠിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഫിസിക്സിൽ ഈ കുട്ടികൾ വാഹനത്തിന്റെ വേഗത കൊണ്ടുണ്ടാകുന്ന ഊർജം, അത് ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. ബ്രേക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ വരുന്നത് അതാണ്.
എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ പഠിപ്പിക്കുന്ന സമയത്ത് അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് സമയബന്ധിതമായിട്ട് അവരുടെ സ്കൂളിൽ ഈ വിഷയം കൂടി ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് റോഡ്, അതിന്റെ റിസ്ക്, അതെങ്ങനെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം, 2 വാഹനം, അതിന്റെ റിസ്ക്, അതിൽ ശ്രദ്ധിച്ചു നിൽക്കണം. ഉദാഹരണത്തിന് വാഹനത്തിൽ പിടിക്കാതെ നിന്ന് ഒരു ബ്രേക്ക് ചെയ്യുമ്പോൾ കുട്ടി വീണ് കഴിഞ്ഞാൽ അവന്റെ തലക്കൊരു പരിക്ക് പറ്റി കഴിഞ്ഞാൽ അത് മാരകമാകും. ചെറിയ കുട്ടികൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വാഹനം ഓടിക്കാൻ തുടങ്ങും. അപ്പൊ അതിന്റെ വേഗത അവരെ എങ്ങനെ ബാധിക്കുന്നു, പിന്നെ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആക്സിഡന്റ് ഉണ്ടായാൽ അവർക്ക് അപകടം പറ്റാൻ, അവർക്ക് മാരകമാകുന്നതിന് എന്താണ് കാരണം, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ പഠിക്കുന്ന ഫിസിക്സിലും അവരുടെ സബ്ജക്റ്റുകളിലും ഉണ്ട്. അത് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു സിലബസ് ഉണ്ടാക്കുകയും അത് ഈ BEdനൊക്കെ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവുന്ന കുട്ടികളോ ഇതും കൂടി പഠിച്ച് അത് അവരുടെ ക്ലാസ്സിൽ വെച്ച് പഠിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ന് കാണുന്ന അരക്ഷിതാവസ്ഥക്ക് റോഡിൽ കുറച്ചും കൂടി മാറ്റം വരാം. ഓരോ കുട്ടികളും നാളെ ഒന്നുകിൽ റോഡ് യൂസറാണ് അല്ലെങ്കിൽ ഡ്രൈവറാണ്. അപ്പൊ അവരിൽ ഈ സുരക്ഷിത ബോധം, അതേപോലെ തന്നെ സുരക്ഷിതമായിട്ട് റോഡ് ഉപയോഗിക്കേണ്ടത്, വാഹനം ഉപയോഗിക്കേണ്ട ഒരു ബോധവൽക്കരണത്തിന് ചെറുപ്പം തൊട്ടിട്ടുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഒപ്പം റോഡ് സുരക്ഷാ ബോധവൽക്കരണം ആ സ്കൂളിൽ വിദ്യാഭ്യാസം കിട്ടുകയാണെങ്കിൽ അവർക്ക് അത് ഉപകാരപ്രദമാവും എന്നുള്ളത് ഉറപ്പാണ്. ആയിട്ട് പഠിപ്പിച്ചു തരണം. ഓരോ വർഷവും അസുഖങ്ങൾ വന്ന് മരിക്കുന്നവരേക്കാൾ കൂടുതൽ ആളുകൾക്ക് റോഡപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നതിൽ ഗൗരവം പുലർത്തുന്ന ഒരു സമൂഹമായി നമ്മെ മാറ്റുന്നതിൽ സ്കൂൾ തലം മുതൽ നൽകുന്ന ബോധവൽക്കരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. തടസ്സങ്ങൾ നീക്കി കാര്യക്ഷമമായ രീതിയിൽ ട്രാഫിക് നിയമങ്ങൾ വൈകാതെ തന്നെ സ്കൂൾ സിലബസുകളിൽ ഉൾപ്പെടുത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.